കുവൈറ്റിന്റെ പ്രോമട്രിക്കാണ് ഞാൻ പാസ്സായത്. എനിക്ക് 72.3% മാർക്കുണ്ട്. എനിക്കറിയില്ല സാർ അതെങ്ങനെ എനിക്ക് അത്രയും ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാറ് കാരണം മാത്രമാണ്. ഞാൻ ഒരു 2 മന്ത് ഓൺലൈൻ ക്ലാസ്സും 2 ക്രാഷുമാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. അത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സാറിന്റെ അടുത്ത് വന്നതുകൊണ്ട് മാത്രമാണ്. സാർ എന്ത് പറയുന്നു ചിലരോട് പറയും 2 ക്രാഷ് അറ്റൻഡ് ചെയ്യണം, ഇല്ലേ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് എന്താണോ പറയുന്നത് അത് അതുപോലെ തന്നെ ചെയ്യണം. ഉറപ്പായിട്ടും പാസ്സാകും. ആരും ടെൻഷൻ ഒന്നും അടിക്കണ്ട. എനിക്ക് എന്റെ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും എന്റെ ഉള്ളിനുള്ളിൽ നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു. കാരണം പഠിപ്പിച്ചതിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് അതുപോലെ വന്നായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് അതുപോലെ ഡയറക്റ്റ് വന്നു. അതായത് ക്ലാസ്സിന്റെ ലാസ്റ്റ് ഡേയ്സിലൊക്കെ സാറ് ലീഡർഷിപ്പും റിസർച്ചും ഒക്കെ ആയിരുന്നു. അതിനൊക്കെ എനിക്ക് കുറെ വന്നായിരുന്നു. അതുപോലെ തന്നെ സാറിന്റെ നോട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് റിലേറ്റ് ചെയ്ത് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിയായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ECG ഇന്റർപ്രിട്ടേഷൻ വന്നു. പിന്നെ CPRന്റെ പൊസിഷൻ, അങ്ങനെ കുറെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നായിരുന്നു. പക്ഷെ ഒന്നും പേടിക്കൊന്നും വേണ്ട. എല്ലാവർക്കും അറ്റൻഡ് ചെയ്ത സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ക്രാഷും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാസ്സാകാൻ പറ്റും. താങ്ക് യു സോ മച്ച് സാർ. ഇനി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് സാർ എന്ത് പറയുന്നു അതങ്ങ് കേൾക്കുക. ക്ലാസ് ഓൺലൈൻ ആയിട്ടാണെങ്കിലും 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാൻ സാർ എന്ത് പറയുന്നു അത് നന്നായിട്ട് കേട്ട് അറ്റൻഡ് ചെയ്തിട്ട് ക്രാഷ് ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യണം. അത് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ധൈര്യമായിട്ട് എക്സാം എഴുതിക്കോ. എല്ലാവർക്കും പാസ്സാകാൻ പറ്റും. താങ്ക് യു സോ മച്ച് സാർ.